നമസ്കാരം. മലയാള വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കാളികാവിൽ 2.5 വയസ്സുകാരിയെ പിതാവ് ക്രൂരമായി മർദ്ദിച്ചു കൊലപ്പെടുത്തിയ സംഭവം. പിതാവ് കുട്ടിയോട് കാണിച്ച ക്രൂരമർദ്ദനങ്ങൾ വിവരിച്ചു ബന്ധുക്കൾ. ഉദരംപൊയിലിൽ 2.5 വയസ്സുകാരി ഫാത്തിമ നസ്രീനെ ക്രൂരമായി മർദ്ദിച്ചു കൊലപ്പെടുത്തിയ സംഭവത്തിൽ പിതാവ് ക്രോന്തത്തൊടിക മുഹമ്മദ് ഫായിസിനെ കാളികാവ് പോലീസ് അറസ്റ്റ് ചെയ്തു. കാറും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രക്കാരായ 2 പേർക്ക് പരിക്ക്. കരുളായി സ്വദേശിയായ ജയ പോൾ, മകളും കോളേജ് വിദ്യാർത്ഥിനിയുമായ അഭിശ്രീ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഉൾവനത്തിലെ ആദിവാസി കോളനിയിലേക്കുള്ള ഇരുട്ടുകുത്തിക്കടവ് പാല നിർമ്മാണം തുടങ്ങി. ആദിവാസി ജനവിഭാഗങ്ങൾ മാത്രം താമസിക്കുന്ന പ്രദേശങ്ങളിലെ പശ്ചാത്തല സൗകര്യ വികസനം ലക്ഷ്യമാക്കിയുള്ള സ്റ്റേറ്റ് പൈലറ്റ് പദ്ധതിയിലെ സംസ്ഥാനത്തെ ആദ്യ പാലമാണ് ഇരുട്ടുകുത്തിക്കടവിൽ നിർമ്മാണം ആരംഭിച്ചത്. നിലമ്പൂർ പൂക്കോട്ടുംപാടത്ത് തട്ടുകടയിലെ ഗ്യാസ് കുറ്റി നിന്നു കത്തിയത് ജനങ്ങളെ ആശങ്കയിലാക്കി. വാർത്തകൾ വിശദമായി. കാളികാവിൽ 2.5 വയസ്സുകാരിയെ പിതാവ് ക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തിയ സംഭവം. പിതാവ് കുട്ടിയോട് കാണിച്ച ക്രൂരമർദ്ദനങ്ങൾ വിവരിച്ച് ബന്ധുക്കൾ. കഴിഞ്ഞ 1 വർഷമായി കുട്ടിയെ ഇയാൾ നിരന്തരമായി മർദ്ദിക്കുകയായിരുന്നുവെന്നും കുട്ടിയുടെ മാതാവും വല്യമ്മയും ബന്ധുക്കളും പറയുന്നു. കാളികാവിൽ 2.5 വയസ്സുകാരിയെ പിതാവ് ക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തിയ സംഭവം. പിതാവ് കുട്ടിയോട് കാണിച്ച ക്രൂരമർദ്ദനങ്ങൾ വിവരിച്ച് ബന്ധുക്കൾ. കഴിഞ്ഞ 1 വർഷമായി കുട്ടിയെ ഇയാൾ നിരന്തരമായി മർദ്ദിക്കുകയായിരുന്നുവെന്നും കുട്ടിയുടെ മാതാവും വല്യമ്മയും ബന്ധുക്കളും പറയുന്നു. ഇവിടെ നിക്കാഹ് കഴിഞ്ഞ അവിടുന്ന് തൊട്ടാണ് ഓളെ ഉപദ്രവിച്ചു തുടങ്ങിയത്. നിക്കാഹ് കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞിട്ട് ഓളെ ഇവിടുന്ന് കൊണ്ടുപോയിരുന്നു അവന്റെ വീട്ടിക്ക്. ആ വീട്ടിൽ കൊണ്ടുപോയി അന്ന് ഓളെ നല്ല പരമാവധി ഓളെ ഉപദ്രവിച്ചിട്ടുണ്ട്. ഓളെ തല അടിക്കുക, അങ്ങനെ ഞങ്ങൾ സ്റ്റേഷനിൽ പോയിട്ട് പരാതിയൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിനൊന്നും ഞങ്ങൾക്കൊന്നും ഇതാക്കി തന്നിട്ടില്ല. ഞങ്ങൾ ആട്ടിയർക്ക് വിട്ടിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതേപോലെ കോംപ്രമൈസ് ചെയ്യിക്കാണ്ട് വീണ്ടും ഒരു കൊണ്ടുപോകും. നമുക്ക് പരിക്കേൽപ്പിച്ചിട്ടാണ് ഓളും കുട്ടികളും തരല്. നമുക്ക് അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു കൊണ്ടുപോയിരുന്നു. അന്ന് കുട്ടീനെ ഇതേപോലെ നല്ല പരിക്കേൽപ്പിച്ചു. മുഖമൊക്കെ ആകെ നീല കളറായി. അന്നിട്ട് ഞങ്ങള് പൂക്കോട്ടുംപാടം സ്റ്റേഷനിലും കാളികാവിലും ഒക്കെ കൊണ്ടുപോയിട്ട് ചോദിച്ചു, ഇതെന്താ കുട്ടിക്ക് പരിക്കെന്ന് ചോദിച്ചു. അപ്പൊ ഇങ്ങനെ അവന്റെ പെങ്ങളെ കുട്ടി കാട്ടിന്നാ ഞങ്ങളോട് പറഞ്ഞത്. പക്ഷെ പെങ്ങളെ കുട്ടി കാട്ടിയതല്ലേന്നു. പിന്നെ കുറെ കഴിഞ്ഞിട്ടാണ് ഇവള് പറഞ്ഞത് കാക്കു കാട്ടിക്കണ്, ഇങ്ങനെ ഉപദ്രവിച്ചിക്കണെന്ന്. നല്ലോണം ഉപദ്രവിച്ചു. കഴിഞ്ഞിട്ട് പിന്നെ ഓക്ക് ബ്ലീഡിങ് ഒക്കെ ആയി. ഓള അടിവയറ്റിന് തട്ടിക്കാണ്ട് ബ്ലീഡിങ് ആയി. ഞങ്ങള് മഞ്ചേരി കൊണ്ടുപോയി അഡ്മിറ്റ് ഒക്കെ ആക്കി. അത് കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് പിന്നെ ഞങ്ങളെ കുട്ടീനെ ഇങ്ങനെ പരിക്കേൽപ്പിച്ചത്. നല്ലോണം ഏതെങ്കിലും ഒരു പരാതിക്കായിട്ട് അതിനൊരു ഞങ്ങൾക്ക് എന്തെങ്കിലും പരിഹാരം കണ്ടെത്തി തന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇത്രയും ഞങ്ങളെ കുട്ടി നഷ്ടപ്പെടൂല്ല, ഒന്നുമില്ലേനു. ഇപ്പൊ എന്തായി, ഞങ്ങളെ കുട്ടി ഞങ്ങളെ വിട്ട് പോയി ഇവിടുന്ന്. ഓര് പറഞ്ഞു ഇവളെ സോപ്പിട്ട് മയക്കി ഓളെ ഇവിടുന്ന് രാത്രിക്ക് കൊണ്ടേക്കാണ്. പോലീസുകാർ പറഞ്ഞു ഓളോട് പറയും, നിങ്ങൾ ഓളെ വിട്ടടി, ഓളെ വൈക്ക് വിട്ടടി, ഓല് ഭാര്യയും ഭർത്താവുമാണ്. നമ്മളെന്താ വിചാരിച്ച ഒരു പരമാവധി നല്ല കൂട്ടം ഇതിൽ പൊയ്ക്കോട്ടെ വിചാരിച്ചിട്ടാണ് നമ്മൾ ഇത്രയും കാലം ഒക്കെ മിണ്ടാതെ നിന്നത്. മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ച് ഞായറാഴ്ചയാണ് കാളികാവ് ഉദിരംപൊയിലിൽ കോന്ത്രത്തൊടിക മുഹമ്മദ് ഫായിസ് തന്റെ 2.5 വയസ്സുകാരിയായ മകൾ ഫാത്തിമ നസ്രീനെ ക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തിയത്. ഇയാൾ നിലവിൽ പോലീസ് കസ്റ്റഡിയിലാണ്. ക്രൂരമായ മർദ്ദനം മൂലം ശരീരത്തിൽ ഉണ്ടായ മുറിവാണ് മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു. കുട്ടിയുടെ തലയ്ക്കും നെഞ്ചിനുമേറ്റ മുറിവുകളാണ് മരണകാരണമെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. പേരക്കുട്ടിയുടെ മരണവാർത്തയിൽ നെഞ്ചുപൊട്ടി കരയുകയാണ് കുട്ടിയുടെ വല്യമ്മ റംലത്ത്. ഞാൻ 18 വയസ്സ് വരെ കുഞ്ഞിനെ നോക്കിക്കോളാമെന്ന് പലവട്ടം ഫായിസിനോട് പറഞ്ഞതാണ്. ഇതിന് 2 പ്രാവശ്യം തന്നെ ഫായിസ് മർദ്ദിച്ചുവെന്നും ഇവർ പറയുന്നു. കുട്ടിയെ ബലമായി ഫായിസ് കൊണ്ടുപോകുമ്പോൾ കൊല്ലുമെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും കൊല്ലുമെന്നൊരിക്കലും കരുതിയില്ലെന്ന് പറയുമ്പോൾ ഇവരുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയാണ്. ഇവിടെ ഞാൻ അവിടെ പോലീസുകാർ പറഞ്ഞിട്ട് കൊണ്ടാക്കി തന്നെ ഓളെ തലക്കൊക്കെ അടിച്ച്, എന്നിട്ട് ഇവിടൊക്കെ കൊണ്ടുവന്ന് പിന്നെ ഒരു പുറത്തൊക്കെ കൊണ്ടുപോയിങ്ങാണ്ട് കുട്ടിനെ
റൂമൊക്കെ എടുത്തുങ്ങാണ്ട് അവന്റെ പെങ്ങള് വേറെ ഒരാളെ കൂട്ടത്തില് ഇവളും പായസും ഒരു കൂട്ടത്തില് കിടന്നുങ്ങാണ്ട് ഓല് അങ്ങനെ ആക്കി. എന്നിട്ട് പിന്നെ ഇവിടെ കൊടുങ്ങാണ്ട് റോട്ടില് വിട്ട്. എന്നിട്ട് ഞാൻ ഇവളെയും കൊണ്ട് അങ്ങോട്ട് പോയപ്പോ ഇവനോട് ചോദിച്ചു എന്തിനാ കുട്ടീനെ ഇവിടെ തച്ചത് ചോദിച്ചു. അതിൽ ഓൻ എന്നെ അവിടെ ഇട്ട് തച്ചു, അവന്റെ വീട്ടിലിട്ട് തച്ച്. എന്നിട്ട് പെങ്ങളും ഓനും കൂടി അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. ഞങ്ങൾ ഇങ്ങോട്ട് തിരിച്ചു വന്നേ. പിന്നെ ഒരു ദിവസം ഓന് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ ചെലവിന് കൊടുക്കണ വർത്താനമാണ്. അതിന് ഓനിന്നെ ഇവിടെ ഇട്ടുങ്ങാണ്ട് അടിച്ചു ഉന്തിയൊക്കെ ചെയ്തു. ആ കുട്ടീനെ ഓനക്ക് ഇഷ്ടല്ല, ചുരുക്കത്തില് ആ കുട്ടീനെ ഓന് ഇഷ്ടല്ല. ആ കുട്ടീനെ ഇവിടുന്ന് ഓന് പിന്നെ ഉന്തുക തള്ള. ഞാൻ പറഞ്ഞു അപ്പൊ എന്നോട് ഇജ്ജ് കുട്ടീനെ കാട്ടണ്ട, അനക്ക് വേണമെങ്കിൽ ഞാൻ നോക്കിക്കൊണ്ട് 18 വയസ്സായിട്ട് അനക്ക് വേണമെങ്കിൽ കുട്ടി വലിയതായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ തരാം, അല്ലെങ്കിൽ കുട്ടി ഇവിടെ തന്നെ ജീവിച്ചോട്ടെ ഓന് പറഞ്ഞതാണ്. കഴിഞ്ഞ ഒരു വർഷമായി എന്റെ കുട്ടി മർദ്ദനം ഏറ്റുവാങ്ങുകയായിരുന്നു. കാളികാവ് പൂക്കോട്ടുപാടം പോലീസിൽ നിന്നും പരാതികൾ നൽകിയിട്ടും നീതി ലഭിച്ചില്ല. വനിതാ പോലീസുകാരിൽ നിന്നും പോലും തന്റെ മകൾക്കും 2.5 വയസ്സുകാരി മോൾക്കും നീതി കിട്ടിയില്ലെന്നും ഇവർ കണ്ണീരോടെ പറയുന്നു. ഭർത്താവും അവരുടെ മാതാവും സഹോദരിയും തന്നെയും കുട്ടിയെയും നിരന്തരം മർദ്ദിച്ചിരുന്നതായി കുട്ടിയുടെ മാതാവും പറയുന്നു. കുട്ടിക്കും മാതാവിനുമുണ്ടായ പീഡനങ്ങളും ക്രൂരമർദ്ദനവും വിവരിക്കുകയാണ് ബന്ധുക്കൾ. കാളികാവ് ഉദരംപൊയിലിൽ മരിച്ച 2.5 വയസ്സുകാരി ഫാത്തിമ നസ്രീൻ നേരിട്ടത് കൊടും ക്രൂരത. കുട്ടിയുടെ തലയിലും നെഞ്ചിലും ഏറ്റ പരിക്കാണ് മരണത്തിലേക്ക് നയിച്ചത് എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ പ്രാഥമിക നിഗമനം. തലയിൽ രക്തം കട്ടപിടിച്ചതായും തലച്ചോർ ഇളകിയ നിലയിലും വാരിയെല്ല് പൊട്ടിയതായും പരിശോധനയിൽ വ്യക്തമായി. കഴുത്തിലും മുഖത്തുമടക്കം മർദ്ദനമേറ്റതിന്റെ പാടുകളുണ്ട്. കഴുത്തിലും മുറിവുണ്ട്. ചവിട്ടിയതായും സംശയമുണ്ട്. ബോധരഹിതരായ കുഞ്ഞിനെ തൊണ്ടയിൽ ഭക്ഷണം കുടുങ്ങിയെന്ന് പറഞ്ഞാണ് പിതാവ് ഫായിസ് വണ്ടൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചത്. ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും കുഞ്ഞു മരിച്ചിരുന്നു. ഇതോടെ ആശുപത്രി അധികൃതർ പോലീസിൽ അറിയിക്കുകയായിരുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ കുട്ടിയുടെ പിതാവ് മുഹമ്മദ് ഫായിസിന്റെ അറസ്റ്റ് പോലീസ് ഉടൻ രേഖപ്പെടുത്തും. ഇയാളെ വിശദമായി ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ തീരുമാനം. കുട്ടിക്ക് മർദ്ദനമേറ്റ ഫായിസിന്റെ കാളികാവ് വീട് പോലീസ് സീൽ ചെയ്തു. കുട്ടിയെ വീട്ടിൽ വെച്ച് പിതാവ് മർദ്ദിച്ച് കൊലപ്പെടുത്തിയതാണെന്ന് കുട്ടിയുടെ മാതാവും ബന്ധുക്കളും ആരോപിച്ചിരുന്നു. മുഹമ്മദ് ഫായിസ് കുഞ്ഞിനെയും മാതാവിനെയും പതിവായി മർദ്ദിക്കാറുണ്ടെന്നും പോലീസിൽ അറിയിച്ചെങ്കിലും നീതി ലഭിച്ചില്ലെന്നും കുടുംബം. പിഞ്ചുമക്കളെ പിതാവ് കൊലപ്പെടുത്തുന്നത് നേരിൽ കണ്ടിട്ടും തടയാൻ പോലും കഴിഞ്ഞില്ലെന്ന നിസ്സഹായതയാണ് മാതാവ് പങ്കുവച്ചത്. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം കുഞ്ഞിന്റെ കഴുത്തിൽ മുറുക്കി ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയെന്നാണ് മൊഴി. അലമാരയിലേക്കും കട്ടിലിലേക്കും എറിഞ്ഞെന്നും ഇവർ. കുട്ടിയുടെ അമ്മയ്ക്കൊപ്പം മുത്തശ്ശിയെയും മുഹമ്മദ് ഫാസിൽ പതിവായി മർദ്ദിച്ചിരുന്നു. കുട്ടിയുടെ ദേഹത്ത് പരിക്കേറ്റ ഒട്ടേറെ പാടുകളുണ്ട്. ഉദരംപൊയിലിൽ 2.5 വയസ്സുകാരി ഫാത്തിമ നസ്രീനെ ക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തിയ സംഭവത്തിൽ പിതാവ് ക്രോന്തത്തൊടിക മുഹമ്മദ് ഫായിസിനെ കാളികാവ് പോലീസ് അറസ്റ്റ് ചെയ്തു. തിങ്കളാഴ്ച കസ്റ്റഡിയിലെടുത്ത മുഹമ്മദ് ഫായിസിനെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചതിനു ശേഷമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ഉദരംപൊയിലിൽ 2.5 വയസ്സുകാരി ഫാത്തിമ നസ്രീനെ ക്രൂരമായി മർദ്ദിച്ചു കൊലപ്പെടുത്തിയ സംഭവത്തിൽ പിതാവ് ക്രോന്തത്തൊടിക മുഹമ്മദ് ഫായിസിനെ കാളികാവ് പോലീസ് അറസ്റ്റ് ചെയ്തു. തിങ്കളാഴ്ച കസ്റ്റഡിയിലെടുത്ത മുഹമ്മദ് ഫായിസിനെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചതിനു ശേഷമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ഞായറാഴ്ച വൈകുന്നേരം 4 മണിയോടെ ഭക്ഷണം നെറുകയിൽ കയറിയെന്ന് പറഞ്ഞാണ് ഫാത്തിമ നസ്രീനെ വണ്ടൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചത്. ഇതേസമയം കുട്ടി മരണമടഞ്ഞിരുന്നു. തുടർന്ന് ബന്ധുക്കൾ കാളികാവ് പോലീസിനോട് പറഞ്ഞതിനെ തുടർന്ന് അസ്വാഭാവിക മരണത്തിന് കേസെടുക്കുകയായിരുന്നു. മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നടന്ന പോസ്റ്റ്മോർട്ടത്തിന് ശേഷമാണ് ക്രൂരമായ കൊലപാതകത്തിന്റെ ചുരുളഴിഞ്ഞത്. 10 ദിവസത്തോളം തുടർച്ചയായി നടന്ന മർദ്ദനത്തെ തുടർന്ന് ഫാത്തിമ നസ്രീന്റെ തലച്ചോറിൽ രക്തസ്രാവം ഉണ്ടായതും വാരിയലുകൾ പൊട്ടി ആന്തരികാവയവങ്ങൾ ക്ഷതം സംഭവിച്ചുമാണ് ഫാത്തിമ നസ്രീന്റെ മരണകാരണം. പ്രതിയെ മഞ്ചേരി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. തുടർ അന്വേഷണത്തിന്റെ ഭാഗമായി പോലീസ് കസ്റ്റഡിയിൽ വാങ്ങും. എന്നാൽ മുഹമ്മദ് ഫായിസ് കുറ്റം സമ്മതിച്ചില്ലെന്നും പോലീസ് പറയുന്നു. നിലവിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെയും ബന്ധുക്കളുടെയും മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് മുഹമ്മദ് ഫായിസിനെ അറസ്റ്റ് ചെയ്തത്. CI M ശശിധരൻ പിള്ള, SI മാരായ V ശശിധരൻ, P സുബ്രഹ്മണ്യൻ, ASI സാബ്ര എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. കാറും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രക്കാരായ 2 പേർക്ക് പരിക്ക്. കരുളായി സ്വദേശിയായ ജയ പോൾ, മകളും കോളേജ് വിദ്യാർത്ഥിനിയുമായ അഭിശ്രീ എന്നിവർക്കാണ് പരിക്കേറ്റത്. കാറും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രക്കാരായ 2 പേർക്ക് പരിക്ക്. കരുളായി സ്വദേശിയായ ജയാപോൾ, മകളും കോളേജ് വിദ്യാർത്ഥിനിയുമായ അഭിശ്രീ എന്നിവർക്കാണ് പരിക്കേറ്റത്. അഭിശ്രീയുടെ വലത് കാലിന് പൊട്ടലുണ്ട്. ജയാപോളിനും കാലിനാണ് പരിക്ക്. അപകടം കണ്ട നാട്ടുകാരാണ് ഇരുവരെയും നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചത്. ഇന്ന് രാവിലെ 9 മണിയോടെ നിലമ്പൂർ ഗവൺമെന്റ് മാനവേദൻ സ്കൂൾ റോഡിലാണ് അപകടം. നിലമ്പൂരിലെ സ്വകാര്യ കോളേജിൽ ഡിഗ്രിക്ക് പഠിക്കുന്ന മകൾ അഭിശ്രീയെ കോളേജിലേക്ക് കൊണ്ടുവിടുവാൻ പിതാവ് ജയാപോൾ ബൈക്കിൽ വരുമ്പോഴാണ് ചന്തക്കുന്ന് ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാറുമായി കൂട്ടിയിടിച്ചത്. 2 ആൾക്കും കാലിനാണ് പരിക്ക്. കാർ യാത്രക്കാർക്ക് പരിക്കില്ല. ഉൾവനത്തിലെ ആദിവാസി കോളനിയിലേക്കുള്ള ഇരുട്ടുകുത്തിക്കടവ് പാല നിർമ്മാണം തുടങ്ങി.
ആദിവാസി ജനവിഭാഗങ്ങൾ മാത്രം താമസിക്കുന്ന പ്രദേശങ്ങളിലെ പശ്ചാത്തല സൗകര്യ വികസനം ലക്ഷ്യമാക്കിയുള്ള സ്റ്റേറ്റ് പൈലറ്റ് പദ്ധതിയിലെ സംസ്ഥാനത്തെ ആദ്യ പാലമാണ് ഇരുട്ടുകുത്തി കടവിൽ നിർമ്മാണം ആരംഭിച്ചത്. ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച് പാലത്തിന്റെ തൂണുകൾ സ്ഥാപിക്കാനുള്ള പാറമാർക്ക് പ്രവൃത്തിയാണ് ആരംഭിച്ചത്. പോത്തുകൽ പഞ്ചായത്തിൽ ചാലിയാർ പുഴയ്ക്ക് കുറുകെ ഇരുട്ടുകുത്തി കടവിൽ ആദിവാസി കോളനികളിലേക്ക് പാലം നിർമ്മിക്കാൻ സംസ്ഥാന സർക്കാർ 5,76,00,000 അനുവദിച്ചത്. പാലത്തിന്റെ ഒരു ഭാഗവും അപ്രോച്ച് റോഡും വനമായതിനാൽ വനം വകുപ്പ് അനുമതിയും മറുഭാഗം പാലവും അപ്രോച്ച് റോഡും മുണ്ടേരി കൃഷിഫാമിന്റെ സ്ഥലമായതിനാൽ കൃഷിവകുപ്പിന്റെ അനുമതിയും ലഭ്യമാക്കിയാണ് പാല നിർമ്മാണം തുടങ്ങിയത്. മുണ്ടേരി വനത്തിലെ ഇരുട്ടുകുത്തി, വാണിയമ്പുഴ, തരിപ്പപ്പൊട്ടി, കുമ്പളപ്പാറ ആദിവാസി കോളനികളിലേക്കാണ് ചാലിയാർ പുഴയ്ക്ക് കുറുകെ പാലം നിർമ്മിക്കുന്നത്. ഓരോ കാലവർഷത്തിലും മുള കൊണ്ട് നിർമ്മിച്ച ചങ്ങാടം വഴിയാണ് ആദിവാസികൾ പുഴ കടന്നിരുന്നത്. പ്രളയത്തിൽ ഒറ്റപ്പെടുന്ന ആദിവാസികളെ പുറം ലോകവുമായി ബന്ധിപ്പിക്കാൻ കഴിഞ്ഞിരുന്നില്ല. കനത്ത മഴയിൽ മലവെള്ളപ്പാച്ചിൽ പതിവാണ്. പുഴയിൽ വെള്ളം കൂടിയാൽ ഫയർഫോഴ്സ് റബ്ബർ ഡിങ്കി ഉപയോഗിച്ച് ആദിവാസികളെ മറുകരയിലെത്തിക്കും. ഈ ദുരവസ്ഥയിൽ നിന്നാണ് ആദിവാസികൾക്ക് മോചനമാകുന്നത്. PV അൻവർ MLA പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസുമായി സംസാരിച്ചാണ് സംസ്ഥാനത്തെ ആദിവാസി പൈലറ്റ് പ്രൊജക്ടിൽ പ്രഥമ പാലമായി പദ്ധതി ഉൾപ്പെടുത്തിയത്. നിലമ്പൂർ പൂക്കോട്ടുംപാടത്ത് തട്ടുകടയിലെ ഗ്യാസ് കുറ്റി നിന്നു കത്തിയത് ജനങ്ങളെ ആശങ്കയിലാക്കി. പൂക്കോട്ടുംപാടം ടൗണിലെ ആസീസിന്റെ തട്ടുകടയിലെ ഗ്യാസ് സിലിണ്ടറാണ് നിന്നു കത്തിയത്. ഓട്ടോ തൊഴിലാളികൾ, നാട്ടുകാർ എന്നിവർ അവസരോചിതമായി ഇടപെട്ട് വെള്ളം തളിച്ചാണ് ഗ്യാസ് കുറ്റിയിലെ തീ അണയ്ക്കാൻ ശ്രമിച്ചത്. നിലമ്പൂരിൽ നിന്നും ഫയർഫോഴ്സ് എത്തിയാണ് പൂർണ്ണമായും തീ അണച്ചത്. തട്ടുകടയിലെ ഗ്യാസ് സിലിണ്ടർ നിന്നു കത്തിയത് ടൗണിൽ ആശങ്ക പടർത്തി. വയനാട് ലോക്സഭാ മണ്ഡലം LTF നിലമ്പൂർ മേഖലാ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും മുൻ മന്ത്രിയും പേരമ്പ്ര MLAയുമായ TP രാമകൃഷ്ണൻ നിർവഹിച്ചു. സാധാരണ ജനങ്ങളുടെ എല്ലാ ജീവിത പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാക്കി മുന്നോട്ട് പോകാനാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് പരിശ്രമിക്കുന്നത്. കേന്ദ്ര ഗവൺമെൻറ് എത്ര പ്രതികാരത്തോടെ നിലപാട് സ്വീകരിച്ചാലും ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിൽ അവരുടെ ആനുകൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ ഒരു തരത്തിലും പുറകോട്ട് പോകില്ല എന്ന നിലപാട് കേരള ഗവൺമെൻറ് എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ജില്ലാ കമ്മിറ്റി അംഗം ജോർജ് K. ആന്റണി, നിലമ്പൂർ നഗരസഭ വൈസ് ചെയർപേഴ്സണും ഏരിയ കമ്മിറ്റി അംഗവുമായ അരുമ ജയകൃഷ്ണൻ, ലോക്കൽ സെക്രട്ടറി T. ഹരിദാസൻ, ലോക്കൽ സെന്റർ അംഗങ്ങളായ V. ശ്രീധരൻ, രവീന്ദ്രൻ, ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ പടവെട്ടി ബാലകൃഷ്ണൻ, ഷാജി ചക്കാലക്കുത്ത്, ബ്രാഞ്ച് സെക്രട്ടറിമാർ തുടങ്ങിയവർ ചടങ്ങിൽ സന്നിധരായിരുന്നു. രാജ്യങ്ങൾ തമ്മിലുള്ള അകലങ്ങളും അതിരുകളും മാറിയ പുതിയ ആഗോളവൽകൃത കാലത്ത് ഭാഷകളുടെ പങ്ക് വളരെ നിർണായകമാണെന്ന് അക്കാദമി ഓഫ് എക്സലൻസ് ഡയറക്ടർ ഡോക്ടർ സാബിർ നവാസ് അഭിപ്രായപ്പെട്ടു. അമൽ കോളേജിൽ അറബിക് വിഭാഗവും ടൂറിസം ആൻഡ് ഹോട്ടൽ മാനേജ്മെന്റ് വിഭാഗവും അക്കാദമി ഓഫ് എക്സലൻസുമായി സഹകരിച്ച് സംഘടിപ്പിക്കുന്ന അറബി ഭാഷാ സർട്ടിഫിക്കറ്റ് കോഴ്സിന്റെ ഉദ്ഘാടന പരിപാടിയിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ നടക്കുന്ന ടൂറിസം, IT അടക്കമുള്ള മേഖലകളിലെ ത്വരിത വളർച്ചയും വൻ നിക്ഷേപ പദ്ധതികളും അറബി ഭാഷ അറിയുന്നവർക്കടക്കം വൻ തൊഴിൽ സാധ്യത തുറക്കുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. കാലിക്കറ്റ് സർവകലാശാല സെനറ്റ് അംഗവും അമൽ കോളേജ് മാനേജറുമായ PV അലി മുബാറക് ഉദ്ഘാടനം നിർവഹിച്ചു. ടൂറിസം ആൻഡ് ഹോട്ടൽ മാനേജ്മെന്റ് വിഭാഗം മേധാവി ഡോക്ടർ T. ഷമീർ ബാബു അധ്യക്ഷനായി. പ്രിൻസിപ്പൽ ഡോക്ടർ TV സക്കറിയ, പ്രൊഫസർ PK നുറൂദ്ദീൻ, ഡോക്ടർ PM അബ്ദുൾ സാക്കിർ, ഡോക്ടർ CH അലി ജാഫർ, ഡോക്ടർ VK ഹഫീസ്, ഡോക്ടർ N. ഷിഹാബുദ്ദീൻ, S. അനുജിത്, TP അഹമ്മദ് സലീം, KP ജനീഷ് ബാബു, ഷഹന മൊയ്തീൻ, അൻഷിദ് റഹ്മാൻ, അബ്ദുൾ അസീസ് എന്നിവർ സംസാരിച്ചു. തന്റെ സ്കൂളിലെ നിർധന കുടുംബത്തിലെ കുട്ടികൾക്ക് വീടൊരുക്കുകയാണ് സ്കൂൾ മാനേജർ. വഴിക്കടവ് AUP സ്കൂൾ മാനേജർ പുല്ലാണിക്കാട്ടിൽ കുഞ്ഞു മൊയ്തീനാണ് മാതൃകാ പ്രവർത്തനവുമായി രംഗത്തുള്ളത്. തന്റെ സ്കൂളിലെ നിർധന കുടുംബത്തിലെ കുട്ടികൾക്ക് വീടൊരുക്കുകയാണ് സ്കൂൾ മാനേജർ. വഴിക്കടവ് AUP സ്കൂൾ മാനേജർ പുല്ലാണിക്കാട്ടിൽ കുഞ്ഞു മൊയ്തീനാണ് മാതൃകാ പ്രവർത്തനവുമായി രംഗത്തുള്ളത്. തന്റെ സ്കൂളിലെ 2, 3, 7 ക്ലാസുകളിൽ പഠിക്കുന്ന ഒരു കുടുംബത്തിലെ കുട്ടികൾക്കാണ് മാനേജർ സ്വന്തം ചെലവിൽ വീട് നിർമ്മിച്ചു നൽകുന്നത്. വാടക വീടുകളിലും പിന്നീട് വാസയോഗ്യമല്ലാത്ത വീടിലും താമസിച്ചു വരികയായിരുന്നു കുട്ടികളടങ്ങുന്ന കുടുംബം. മാതാവ് രോഗിയാണ്. ഇവരുടെ സ്വന്തം സ്ഥലത്ത് 600 സ്ക്വയർ ഫീറ്റ് വലുപ്പത്തിലുള്ള വീടാണ് നിർമ്മിച്ചു നൽകുന്നത്. 7 ലക്ഷത്തോളം രൂപയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത്. അധ്യാപകരെ ഉപയോഗിച്ച് സർവേ നടത്തി ഇവരിൽ പാവപ്പെട്ട ഒരു കുടുംബത്തെ കണ്ടെത്തുകയായിരുന്നു. സ്കൂൾ മാനേജറുടെ മരണപ്പെട്ട പിതാവ് കുഞ്ഞാമത് മേസ്തിരിയുടെ ഓർമ്മയ്ക്കായാണ് നന്മ പ്രവൃത്തി. പഞ്ചായത്ത് എന്ന സ്ഥലത്താണ് ഒരു പാവപ്പെട്ട കുടുംബത്തിന് ഒരു വീട് വെച്ച് കൊടുക്കുന്നു. 600 സ്ക്വയർ ഫീറ്റാണ്. 7 ലക്ഷം രൂപയോളം ചിലവ് വരും. ഈ കുഞ്ഞാമത് മേസ്തിരിയുടെ പേരിൽ
APS വൈക്കടവിൻ്റെ വൈക്കടവിൽ പഠിക്കുന്ന കുട്ടികളെ 7ാം ക്ലാസ്, 2ാം ക്ലാസ്, 3ാം ക്ലാസ് എന്ന ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി. കുഞ്ഞാമത് മേസ്തിരിയാണ് സ്കൂളിന്റെ സ്ഥാപകൻ. വള്ളിക്കാട്ടുള്ള സ്ഥലത്ത് കുട്ടികൾക്ക് വീട് നിർമ്മാണം തുടങ്ങി. കുഞ്ഞുമൊയ്തീന്റെ സാന്നിധ്യത്തിൽ സ്കൂൾ പ്രധാനാധ്യാപിക KJ മോളിക്കുട്ടി വീടിന്റെ തറക്കല്ലിടൽ കർമ്മം നടത്തി. സ്കൂൾ സ്റ്റാഫ് സെക്രട്ടറി KJ സോണി, അധ്യാപകൻ മനോജ് കുമാർ, പഞ്ചായത്ത് അംഗങ്ങളായ ബുഷ്ര തെക്കൻ, PK അബ്ദുൽ കരീം, മുജീബ് തുറക്കൽ, പൊതുപ്രവർത്തകരായ V വിനയചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. സ്കൂൾ അധ്യാപകരും നാട്ടുകാരും ചടങ്ങിൽ പങ്കെടുത്തു. 1-2 ക്ലാസുകളിലെ കുട്ടികളിൽ വായന പരിപോഷിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ സ്റ്റാർസ് ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് സമഗ്ര ശിക്ഷ കേരളം ഈ വർഷം നടപ്പിലാക്കുന്ന മലയാള മധുരം പരിപാടിയുടെ നിലമ്പൂർ ഉപജില്ലാതല പുസ്തക വിതരണം വീട്ടിക്കുത്ത് ഗവൺമെന്റ് LP സ്കൂളിൽ ഉദ്ഘാടനം ചെയ്തു. മധ്യവേനൽ അവധിക്കാലത്ത് 1-2 ക്ലാസുകളിലെ കുട്ടികളിൽ വായന പരിപോഷിപ്പിക്കുന്നതിനും ഭാഷാശേഷി വർദ്ധിപ്പിക്കുന്നതിനുമുള്ള പ്രവർത്തന പാക്കേജാണ് മലയാള മധുരം. കേരള ബുക്ക്മാർക്ക് വഴി LP സ്കൂളുകൾക്ക് ലഭ്യമാക്കിയ 69 പുസ്തകങ്ങളും സ്കൂൾ ലൈബ്രറിയിലെയും ക്ലാസ് ലൈബ്രറിയിലെയും പുസ്തകങ്ങളും ഉൾപ്പെടെ ഒരു കുട്ടിക്ക് 4 വീതം പുസ്തകങ്ങളാണ് വിതരണം ചെയ്തിട്ടുള്ളത്. മെയ് മാസത്തിൽ 4 പുസ്തകങ്ങൾ കൂടി കുട്ടികൾക്ക് വിതരണം ചെയ്യും. 1-2 ക്ലാസുകളിൽ ഈ വർഷം നടപ്പിലാക്കിയ സചിത്ര പുസ്തകം, സംയുക്ത ഡയറി, ഭാഷോത്സവം, രചനോത്സവം, ലോക മാതൃഭാഷാ ദിനാചരണം, സംയുക്ത ഡയറി, അച്ചടിച്ച് പ്രസിദ്ധീകരിക്കൽ, ക്ലാസ് PTA, ശില്പശാലകൾ, ക്ലസ്റ്റർ പരിശീലനം, പിന്തുണാ സാമഗ്രികൾ ലഭ്യമാക്കൽ തുടങ്ങിയ പ്രവർത്തനങ്ങളുടെ തുടർച്ചയായാണ് മലയാള മധുരം പരിപാടി നടപ്പിലാക്കുന്നത്. അവധിക്കാലത്ത് കുട്ടികൾ വീടുകളിലായിരിക്കുമ്പോൾ അവർ നേടിയ ഭാഷാശേഷികളുടെ തുടർച്ച നിലനിർത്തുക എന്നത് ഈ പരിപാടിയുടെ ലക്ഷ്യമാണ്. മലയാള മധുരം പരിപാടിയുടെ നിലമ്പൂർ ഉപജില്ലാതല ഉദ്ഘാടനം നിലമ്പൂർ വീട്ടിക്കുത്ത് ഗവൺമെന്റ് LP സ്കൂളിൽ നിലമ്പൂർ ബ്ലോക്ക് പ്രൊജക്ട് കോർഡിനേറ്റർ M മനോജ് കുമാർ നിർവഹിച്ചു. SMC വൈസ് ചെയർപേഴ്സൺ രാഖി P അധ്യക്ഷയായ ചടങ്ങിൽ സ്കൂൾ പ്രധാനാധ്യാപിക സ്റ്റെല്ല KK സ്വാഗതവും സിന്ധു M നന്ദിയും പറഞ്ഞു. BRC ട്രെയിനർ ഷീജ MP പദ്ധതി വിശദീകരണം നടത്തി. നഗരസഭ ഡിവിഷൻ കൗൺസിലർ സ്വപ്ന ടീച്ചർ, BRC ട്രെയിനർ JNA, CRC കോർഡിനേറ്റർ സുമിത എന്നിവർ സംസാരിച്ചു. UDF ചാലിയാർ പഞ്ചായത്ത് കൺവെൻഷൻ സംഘടിപ്പിച്ചു. PK ബഷീർ MLA ഉദ്ഘാടനം ചെയ്തു. കല്ലട കുഞ്ഞു മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. KPCC ജനറൽ സെക്രട്ടറി ആര്യാടൻ ഷൗക്കത്ത്, VA കരീം, A ഗോപിനാഥ്, ഗഫൂർ കുറുമാടൻ, MK ഹാരിസ് ബാബു, പാലോടി മെഹബൂബ്, സൈഫുദ്ദീൻ കണ്ണനാരി, PK അരവിപ്പു, നാലകത്ത് ഹൈദരലി, സുരേഷ് തോണിയിൽ, ഷൗക്കത്ത് അരിമ്പ്രക്കുന്നൻ, സക്കീർ കാട്ടകത്ത്, കാട്ടുമുണ്ട മുഹമ്മദ്, K കൃഷ്ണൻകുട്ടി, ചെറുശോല ചേക്കു എന്നിവർ സംസാരിച്ചു. അഡ്വക്കേറ്റ് IK യൂനസ് സലീം സ്വാഗതവും ഹാരിസ് ആട്ടിയിൽ നന്ദിയും പറഞ്ഞു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.